ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, ഈ ലോകം നമുക്ക് സുഖം മാത്രമാണോ തരുന്നത്? സുഖം മാത്രം ഈ ലോകത്തിൽ അനുഭവിച്ച ഏതെങ്കിലും വ്യക്തിയെ നമുക്ക് കണ്ടെത്താനാകുമോ? ഒരിക്കലുമില്ല. അപ്പോൾ പിന്നെ നമുക്കെല്ലാവർക്കും ദുഃഖവും കഷ്ടതയും ഒക്കെ ഉണ്ട്. നമുക്ക് മാത്രമല്ല, സാക്ഷാൽ ദൈവപുത്രനായ യേശുവിനും കഷ്ടതകൾ ഉണ്ടായി. എബ്രായർ 5:8 പറയുന്നത് ശ്രദ്ധിക്കൂ. താൻ ദൈവപുത്രൻ ആണെങ്കിലും കഷ്ടാനുഭവങ്ങളിലൂടെ അനുസരണം പഠിച്ച് പരിപൂർണനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണവുമായി തീർന്നു. നിത്യത ഒരു സമുദ്രമാണെങ്കിൽ ഒരു തുള്ളി ജലത്തിൻ്റെ വ്യാപ്തിയെ നമ്മുടെ ഇഹലോക ജീവിതത്തിനുള്ളൂ. സൃഷ്ടാവായ ദൈവത്തിൽ നിന്നെത്തിയ നാം സൃഷ്ടാവിലേക്ക് തിരിച്ചെത്തുമ്പോൾ സൃഷ്ടാവിൻ്റെതായ ഗുണങ്ങളുണ്ടാകണം. സാക്ഷാൽ ദൈവപുത്രൻ കഷ്ടങ്ങളിലൂടെ പരിപൂർണനാണ് ആയെങ്കിൽ നമുക്കും അവിടെ എത്താൻ കഷ്ടതയുണ്ടാകും. ഒരു ക്രിസ്തീയ ജീവിതം സമൃദ്ധിയുടെയും വിജയത്തിൻ്റെയും മാത്രം കഥയല്ല. യോഹന്നാൻ 15:18 യേശു ഇങ്ങനെ പറയുന്നു: ലോകം നിങ്ങളെ വെറുക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ വെറുത്തിരുന്നു എന്നറിയുവിൻ. ലൂക്കോസ് 9:23 ഇങ്ങനെയും പറയുന്നു: പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിക്കുവാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സ്വന്തം ആഗ്രഹങ്ങൾ ത്യജിച്ച് ഓരോ ദിവസവും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. കഷ്ടത രക്ഷയുടെ പ്രക്രിയയാണ്, വിശുദ്ധീകരണത്തിൻ്റെ ഭാഗമാണ്. വിശ്വാസികളെ ദൈവം കഷ്ടതയിലൂടെ ശുദ്ധീകരിച്ച് ആത്മീയ പക്വതയിലേക്ക് എത്തിച്ച് ദൈവത്തോട് അടുപ്പിക്കുന്നു. അഗ്നി സ്വർണത്തെ ശുദ്ധീകരിച്ച് മാലിന്യങ്ങൾ നീക്കുന്നത് പോലെ കഷ്ടത നമ്മിലുള്ള പാപ മാലിന്യങ്ങളെ നീക്കിക്കളയാൻ നമ്മെ സഹായിക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കാനും കൃപ പ്രാപിക്കാനും നമുക്ക് കഴിയും. കഷ്ടപ്പാടുകൾ ഒരിക്കലും നമ്മെ ബാധിക്കില്ല എന്നു മാത്രമല്ല, അതൊരിക്കലും നമ്മെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും വേർപ്പെടുത്തുകയുമില്ല. കഷ്ടത വരുമ്പോൾ നാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കണം. എന്തുകൊണ്ടാണ് ഈ കഷ്ടത? പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തെത്താൻ എന്തു കുറവാണ് എന്നിലുള്ളത്? അഹങ്കാരമാണോ? സ്വാർത്ഥതയാണോ? ദ്രവ്യാഗ്രഹമാണോ? അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും? ഈ മാലിന്യങ്ങളെല്ലാം ആ കഷ്ടതയിലൂടെ കഴുകി വെടുപ്പാക്കി തീയിലൂടെ സ്വർണത്തിലെ മറ്റു വസ്തുക്കൾ വെന്തു നീങ്ങുന്നത് പോലെ ശുദ്ധമായ സ്വർണം വേർതിരിയണം. സഹോദരങ്ങളെ, കണ്ണടച്ച് ഇരുട്ടാക്കാതെ ഇത് എന്തിനു വേണ്ടിയാണെന്ന് ഹൃദയപൂർവ്വം ചിന്തിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തും. മാനസാന്തരം വേണ്ടിയിടത്ത് മാനസാന്തരപ്പെടണം. കണ്ടില്ലെന്ന് നടിക്കരുത്. താഴ്മയാണ് ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അഹങ്കാരം കൈവെടിയണം. ദൈവമായിരിക്കെ നമ്മെ രക്ഷിക്കാൻ താഴ്മയോടെ മനുഷ്യരൂപമെടുത്ത യേശുവിനെ പോലെ ആകണം. ദ്രവ്യാഗ്രഹമാണ് കയ്യിലുള്ളതെങ്കിൽ അത് ഉപേക്ഷിച്ച് അതുമൂലമുണ്ടായ തകരാറുകൾ പരിഹരിച്ച് ഏറ്റവും വലിയ ധനമായ നിത്യജീവനായി പോരാടണം. അല്ലാതെ കഷ്ടത വരുമ്പോൾ സ്വയം നീതീകരിച്ചാൽ ഫലമുണ്ടാകില്ല. താഴ്മയോടെ അതിനുള്ള കാരണം കണ്ടെത്തുക. സഹിക്കാൻ ഒന്നുമില്ലാതെ നമുക്ക് എങ്ങനെ സഹിഷ്ണുത പഠിക്കാൻ പറ്റും? നിരാശാജനകവും നിസ്സഹായവുമായ സാഹചര്യങ്ങളിൽ നാം ദൈവത്തിൽ ആശ്രയിക്കാൻ നിർബന്ധിതരായിത്തീരുന്നു. ദൈവം തൻ്റെ ജനത്തെ പുത്രനായ യേശുക്രിസ്തുവിനെ പോലെയാണ് ആക്കുന്നത്. അതിനാൽ സഹോദരങ്ങളെ, കഷ്ടതകൾ വരുമ്പോൾ എന്തുകൊണ്ടിത് ദൈവമേ എന്ന് ദൈവത്തോട് ചോദിക്കാതെ സ്വയം നമ്മിലേക്ക് തിരിഞ്ഞ് പരിശുദ്ധരിൽ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുത്തെത്താൻ എനിക്ക് എന്തെങ്കിലും പോരായ്മയുണ്ടോ എന്ന് കണ്ടെത്തി ആ കഷ്ടതയുടെ തീച്ചൂളയിലൂടെ അവയെ നീക്കി ശുദ്ധമായ തങ്കത്തെ പോലെ പുറത്തു വരിക. അപ്പോൾ നമ്മുടെ സ്നേഹവാനായ ദൈവം പ്രസാദിക്കും. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.